അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പം നമുക്കിനി പ്രോബ്ലംസ് നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. യെസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോളൂ. h ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി. അപ്പോൾ എന്താണ് ജി, അതിൻ്റെ ഓപ്ഷൻസ് നോക്കിക്കോളൂ. ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച്, ഗ്രേറ്റർ ദാൻ ഐ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി. എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഇസ് ഈക്വൽ ടു ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഐ. ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ഇസ് ഈക്വൽ ടു ഐ ഗ്രേറ്റർ ദാൻ എച്ച്. ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ഇസ് ഈക്വൽ ടു ജി ഗ്രേറ്റർ ദാൻ എച്ച്. None of these. യെസ്, അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുള്ളത് ഡെഫിനിറ്റ്ലി ട്രൂ ആണ്. നമ്മുടെ കണ്ടീഷൻ ഡെഫിനിറ്റ്ലി ട്രൂ ആണ്. ഞാൻ പറഞ്ഞ പോലെ റിവേഴ്സ് എന്താ പറയുക, ഇൻഈക്വാലിറ്റീസിൽ കണ്ടീഷൻ നമുക്ക് ഭയങ്കര മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. യെസ്, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടേണ്ടത് എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആണ്. നമ്മൾ എലിമിനേഷൻ മെത്തേഡാണ് നമ്മുടെ ബെസ്റ്റ് അപ്രോച്ചിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോരോ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പം ഈ കൺക്ലൂഷൻ കിട്ടണ്ടോ അങ്ങനെ നിങ്ങൾക്ക് നോക്കി വരാം. പക്ഷെ അതൊരു ബെസ്റ്റായ മെത്തേഡല്ല. ഓക്കെ, ഒരിക്കലും ഒരു ബെസ്റ്റായ മെത്തേഡല്ല. ബെസ്റ്റായ അപ്രോച്ച് എന്ന് പറയുന്നത് എലിമിനേഷൻ മെത്തേഡാണ്. അപ്പം നമ്മുടെ കണ്ടീഷൻ ഏതായാലും നമ്മൾ പറഞ്ഞു വേരിയബിൾസ് ഉണ്ടെങ്കിൽ, നമുക്ക് ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ കൺക്ലൂഷനിൽ തന്നിട്ടുള്ള വേരിയബിൾസ് ഏതെങ്കിലും നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ മിസ്സിംഗ് ആണെങ്കിൽ അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സിനെ എല്ലാം നമുക്ക് ഒഴിവാക്കാം. നമ്മുടെ ഇൻഈക്വാലിറ്റീസിൽ, റിവേഴ്സ് ഇൻഈക്വാലിറ്റീസിൽ അതിനുള്ള പോസിബിലിറ്റീസ് ഭയങ്കര കുറവാണ്. നമ്മുടെ റിവേഴ്സ് സിലജിസം പോലെ റിവേഴ്സ് ഇൻഈക്വാലിറ്റീസിൽ ഈ എലമെൻറ്റ് മിസ്സിംഗ് അല്ലെങ്കിൽ വേരിയബിൾ മിസ്സിംഗ് എന്നുള്ള ആ പോസിബിലിറ്റി ഭയങ്കര കുറവാണ്. പക്ഷെ എന്നാലും നമുക്ക് ആ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് എച്ചും ടിയും ഉണ്ട്, രണ്ടാമത്തതിലും എച്ചും ടിയും ഉണ്ട്, മൂന്നാമത്തതിലും എച്ചും ടിയും ഉണ്ട്, നാല് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. എല്ലാറ്റിലും നമുക്ക് എച്ചും ടിയും ഉണ്ട്. സോ ആ ഫസ്റ്റ് രീതിയിൽ നമുക്ക് ഒന്നും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി രണ്ടാമത്തത് നോക്കിക്കോളൂ. രണ്ടാമത്തത് നമുക്ക് ആവശ്യമുള്ള രണ്ട് വേരിയബിൾസിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ സിമ്പിൾസും. ഇനിയാണ് നമ്മുടെ കണ്ടീഷൻസ്. ഇനിയാണ് നമ്മുടെ കണ്ടീഷൻസിലേക്ക് നമ്മൾ പോകുന്നത്. നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ ഡെഫിനിറ്റ്ലി ട്രൂ അല്ലെങ്കിൽ ഡെഫിനിറ്റ്ലി ഫാൾസ് ആണെങ്കിൽ, അല്ലേ, തന്നിട്ടുള്ള കണ്ടീഷൻ ഡെഫിനിറ്റ്ലി ട്രൂ അല്ലെങ്കിൽ ഡെഫിനിറ്റ്ലി ഫാൾസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്, സിമ്പിൾസ് എല്ലാം സെയിം ഡയറക്ഷനിലായിരിക്കണം. രണ്ട് വേരിയബിളിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആവശ്യമുള്ള രണ്ട് വേരിയബിളിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ സിമ്പിൾസും സെയിം ഡയറക്ഷനിലായിരിക്കണം. നമ്മുടെ ആദ്യത്തത് ഇത് സെയിം ഡയറക്ഷനാണ്, ഇതും സെയിം ഡയറക്ഷനാണ്, ഇതും സെയിം ഡയറക്ഷനാണ്. അതേപോലെ ഇത് നോക്കുമ്പം ഇതും സെയിം ഡയറക്ഷനാണ്. സോ നമുക്ക് രണ്ടാമത്തെ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, രണ്ടാമത്തെ ആ ഒരു റൂളും നമുക്കിവിടെ അതിലൊന്നും നമുക്കൊന്നും എലിമിനേറ്റ് ആയി പോയിട്ടില്ല. സോ ഫസ്റ്റ് രണ്ട് റൂൾസ് കഴിഞ്ഞു. ആദ്യത്തെ റൂൾ എന്തായിരുന്നു, വേരിയബിൾസ് എന്തെങ്കിലും മിസ്സാവണ്ടോ നോക്കി, മിസ്സിംഗ് അല്ല. സിമ്പിൾസ് എല്ലാം ഏതെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുണ്ടെങ്കിൽ അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഒഴിവാക്കാം. ഇവിടെ അങ്ങനെയും നമുക്കൊന്നുമില്ല. ഇനി മൂന്നാമത്തതാണ് എന്ത്, മൂന്നാമത്തതാണ് നമുക്കിവിടെ കിട്ടേണ്ട സിമ്പിൾ ഏതാണെന്ന് നോക്കുക. നമുക്ക് കിട്ടേണ്ട സിമ്പിൾ ഇൻഡെഫിനിറ്റ് സിമ്പിൾ ആണ്. നമുക്കറിയാം ഇൻഡെഫിനിറ്റ് സിമ്പിൾ ആണെങ്കിൽ ഒന്നെങ്കിൽ എല്ലാം ഇൻഡെഫിനിറ്റ് സിമ്പിൾസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റിൻ്റെയും ഈക്വൽ സൈനിൻ്റെയും കോമ്പിനേഷൻസ് ആയിരിക്കണം. അവിടെ ഒരൊറ്റ ഡെഫിനിറ്റ് സിമ്പിൾ പോലും ഉണ്ടാവാൻ പാടില്ല. ആദ്യത്തിൽ ഒരു ഡെഫിനിറ്റ് സിമ്പിൾ ഉണ്ട്, അതിനെ ഒഴിവാക്കി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ആവശ്യമുള്ള രണ്ട് വേരിയബിളുടെ ഇടയ്ക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കിവിടെ എച്ചും ടിയും ആണ് ആവശ്യം. എച്ചിൻ്റെയും ടിയുടെയും ഇടയ്ക്കുള്ള സിമ്പിൾസും കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. ഹോൾ സ്റ്റേറ്റ്മെൻറ്റിൽ സിമ്പിൾസ് എങ്ങനെയായാലും അതൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യണ കാര്യമല്ല. ഇവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കാരണം ഒരു ഡെഫിനിറ്റ് സിമ്പിൾ ഉണ്ട്. ഇതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, നമുക്കൊരു ഡെഫിനിറ്റ് സിമ്പിൾ ഉണ്ട്. സോ നമ്മുടെ മൂന്നാമത്തെ രീതിയിൽ മൂന്നാമത്തെ റൂൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എലിമിനേറ്റ് ആയി കിട്ടി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ബാലൻസ് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് ആയിരിക്കും. അപ്പോൾ ഈ 3 രീതിയിലും നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ട മാക്സിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ എലിമിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് മൗത്ത് ആരിലേക്കാണ് ഓപ്പൺ ആയിരിക്കണേ.
മനസ്സിലായല്ലോ? നമുക്ക് അതായത് ഡെഫിനിറ്റ് സിമ്പിൾസോ അല്ലെങ്കിൽ അതിപ്പം ഈക്വൽ സൈൻ ഒഴിച്ച് വേറെ ഏത് സിമ്പിളും, അതായത് ഗ്രേറ്റർ ദാൻ ആയാലും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയാലും, ലെസ് ദാൻ ആയാലും, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയാലും, മൗത്ത് ഏത് വേരിയബിളിലേക്കാണ് ഓപ്പൺ ആയേക്കണേ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇവിടെ മൗത്ത് ഓപ്പൺ ആയേക്കണത് എച്ചിലേക്കാണ്. സോ നമ്മൾക്ക് അതായത് നമ്മുടെ ഈ 3 രീതിയിലും നമ്മൾ 3 റൂൾസ് അപ്ലൈ ചെയ്ത് നമ്മൾ എലിമിനേറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ മൗത്ത് ഏത് ഡയറക്ഷനിലേക്കാണ് ഓപ്പൺ ആയേക്കണേ നോക്കാം. ഈ സ്റ്റേറ്റ്മെന്റിൽ നമുക്കറിയാം ഇൻഡെഫിനിറ്റ് സിമ്പിളിന്റെയും ഈക്വൽ സൈനിന്റെയും കോമ്പിനേഷൻ ആണ്. സോ നമുക്ക് എന്തായാലും കിട്ടാൻ പോകുന്ന സിമ്പിൾ ഇൻഡെഫിനിറ്റ് ആണ്. മൗത്ത് ഓപ്പൺ ആയേക്കുന്നത് കൺക്ലൂഷനിൽ എച്ചിലേക്കാണ്. ഇവിടെയും ഓപ്പൺ ആയേക്കുന്നത്, നമ്മുടെ സ്റ്റേറ്റ്മെന്റിലും ഓപ്പൺ ആയേക്കുന്നത് എച്ചിലേക്കാണ്. നിങ്ങൾക്ക് ചില സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ ടി ഈസ് ഈക്വൽ ടു ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച്, ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എച്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ഇസ് ഈക്വൽ ടു ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് എന്ന് തന്നിട്ടുണ്ടാവും. ഇവിടെ നിങ്ങളുടെ കൺക്ലൂഷന്റെ ഡയറക്ഷൻ എച്ച് ടു ടി ആണ്. പക്ഷെ നമ്മുടെ സ്റ്റേറ്റ്മെന്റിന്റെ ഡയറക്ഷൻ ടി ടു എച്ച് ആണ് അല്ലേ? നമ്മുടെ സ്റ്റേറ്റ്മെന്റിന്റെ ഡയറക്ഷൻ ടി ടു എച്ച് ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ ചിലരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇതിനെ അവർ റിവേഴ്സ് എടുക്കും, ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് എന്നാക്കും. എന്നിട്ട് ഇതിൻ്റെ കൂടെ അവർ കമ്പയർ ചെയ്യും. അതായത് നമ്മുടെ ഈ ഒരു ബെസ്റ്റ് അപ്രോച്ച് അറിയാത്ത ആൾക്കാർ, ബെസ്റ്റ് അപ്രോച്ച് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പാടില്ലാത്ത ആൾക്കാർ 2 രീതിയിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യും. ആദ്യത്തെ 3 സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്ത്, ആദ്യത്തെ 3 റൂൾസ് ഫോളോ ചെയ്ത് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. 4മത്തതാണ് നമ്മൾ പറഞ്ഞ മൗത്ത് ഏത് വേരിയബിളിലേക്കാണോ ഓപ്പൺ ആയേക്കണേ ആ വേരിയബിളിലേക്കാണോ ഓപ്പൺ ആയേക്കണേന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ജനറലി ഈ ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കൺക്ലൂഷൻ്റെ റിവേഴ്സ് എടുക്കും, എന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് അവർ സോൾവ് ചെയ്യുമ്പോൾ അവർക്ക് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ആണ് കിട്ടുന്നത്. സോ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇതിൻ്റെ റിവേഴ്സ് അവരെടുക്കും. എടുക്കുമ്പോൾ എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഇസ് ഈക്വൽ ടു ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഐ. പിന്നെ നമുക്ക് എന്താണ് കിട്ടേണ്ടത്? എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആണ് കിട്ടേണ്ടത്. ഈ സ്റ്റേറ്റ്മെന്റ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. ഈ 2 രീതിയിൽ നമുക്ക് ചെയ്താലും നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. പക്ഷെ അത് കുറേ ടൈം പോകും. ഞാൻ പറഞ്ഞു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. മിനിമം ടൈമിൽ നമ്മുടെ ആൻസറും കറക്റ്റ് ആയിരിക്കണം അല്ലേ? അപ്പം മിനിമം ടൈമിൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ റിവേഴ്സ് എടുക്കാനും അല്ലെങ്കിൽ ഫോർവേഡ് ഡയറക്ഷൻ, അതായത് കൺക്ലൂഷൻ്റെ ഡയറക്ഷൻ ഏതാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ ഏതാണെന്നുള്ളതൊന്നും ഇത്തരം ക്വസ്റ്റ്യൻസിൽ നമ്മളെ ബാധിക്കണ കാര്യമല്ല. മൗത്ത് ഏത് വേരിയബിളിലേക്കാണ് മൗത്ത് ഓപ്പൺ ആയേക്കണേ നോക്കുക. കൺക്ലൂഷൻ്റെ ഡയറക്ഷനും സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡയറക്ഷനും സെയിം ആയാലും കൺക്ലൂഷൻ്റെ ഡയറക്ഷനും സ്റ്റേറ്റ്മെൻറ്റ് ഡയറക്ഷനും ഓപ്പോസിറ്റ് ആയാലും അതൊന്നും ഒരു പ്രശ്നമല്ല. മൗത്ത് ആരിലേക്കാണ് ഓപ്പൺ ആയേക്കണേ നോക്കിക്കോളൂ. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും കൺക്ലൂഷൻ്റെയും ഡയറക്ഷൻ രണ്ടും സെയിം ആണ്. നോക്കിക്കോളൂ, ഇവിടെ എച്ച് എന്നുള്ള വേരിയബിളിലേക്കാണ് മൗത്ത് ഓപ്പൺ ആയേക്കണേ, ഇവിടെയും എച്ച് എന്നുള്ള വേരിയബിളിലേക്കാണ് ഓപ്പൺ ആയേക്കണേ. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയാണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക, കൺക്ലൂഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് തന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് തന്നിട്ടുള്ളതെങ്കിലും നോക്കിക്കോളൂ, മൗത്ത് ആരിലേക്കാണ് ഓപ്പൺ ആയേക്കണേ? എച്ചിലേക്കാണ്. ഇവിടെ മൗത്ത് ആരിലേക്കാണ് ഓപ്പൺ ആയേക്കണേ? എച്ചിലേക്കാണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ കൺക്ലൂഷൻ്റെ റിവേഴ്സ് എടുക്കുക അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റിവേഴ്സ് എടുക്കുക എന്നുള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സേ നമുക്ക് അവിടെ ആവശ്യമില്ല, ആ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യമേ ഇല്ല. മൗത്ത് ഏത് വേരിയബിളിലേക്കാണ് ഓപ്പൺ ആയേക്കണേന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. മനസ്സിലായല്ലോ? സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മുടെ ഓപ്ഷൻ 2 ആണ്. അപ്പോൾ ഈ 4 റൂൾസ് വെച്ച് നിങ്ങൾക്ക് റിവേഴ്സ് സിലോജിസത്തിൻ്റെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും, ഡെഫിനിറ്റ്ലി ട്രൂ ആണെങ്കിൽ. നിങ്ങളുടെ കണ്ടീഷൻ ഡെഫിനിറ്റ്ലി ട്രൂ ആണെങ്കിൽ ഈ 4 റൂൾസ് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് റിവേഴ്സ് ഇൻഈക്വാലിറ്റീസിൻ്റെ പ്രോബ്ലംസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A greater than D, E less than or is equal to B, definitely true. Okay. A greater than, B greater than or equal to C,
ലെസ് ദാൻ ഡി ലെസ് ദാൻ ഇ. ഓക്കെ, എ ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ലെസ് ദാൻ ഇ ലെസ് ദാൻ ബി. എ ലെസ് ദാൻ ബി ഇസ് ഈക്വൽ ടു സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ. എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇ ലെസ് ദാൻ സി, നൺ ഓഫ് ദീസ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് കൺക്ലൂഷൻസ് അവർ തന്നിട്ടുണ്ട്. ചില സമയത്ത് രണ്ട് കൺക്ലൂഷൻസും, അപ്പോൾ അതായത് മോർ ദാൻ വൺ കൺക്ലൂഷൻ അവർ തന്നിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് എല്ലാ കൺക്ലൂഷൻസും അവർ ഡെഫിനറ്റ്ലി ട്രൂ എന്ന് തന്നിട്ടുണ്ടാവും. ചില സമയത്ത് ചില കൺക്ലൂഷൻസ് ഡെഫിനറ്റ്ലി ട്രൂ, ചില കൺക്ലൂഷൻസ് ഡെഫിനറ്റ്ലി ഫോൾസ്, അല്ലെങ്കിൽ ചില കൺക്ലൂഷൻസ് ഒരു കണ്ടീഷനും ചില കൺക്ലൂഷൻസ് വേറെ ഏതെങ്കിലും കണ്ടീഷനും ബാക്കി ചില കൺക്ലൂഷൻസ്, അങ്ങനെ പല കണ്ടീഷൻസ് ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. ബേസ് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ അവർ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ ഏത് കൺക്ലൂഷന് ഏത് കണ്ടീഷനാണെന്ന് നോക്കുക. ഏത് കൺക്ലൂഷൻ, അതായത് നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഒരു റിവേഴ്സ് ഇൻഈക്വാലിറ്റീസിൻ്റെ ക്വസ്റ്റ്യൻ ടഫാക്കുന്ന രീതികൾ അതൊക്കെയാണ്. അതായത് ചില സമയത്ത് രണ്ട് കൺക്ലൂഷൻസും സെയിം കണ്ടീഷൻ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ രണ്ട് കൺക്ലൂഷൻ തന്നിട്ടുണ്ട്, ഒന്ന് ഡെഫിനറ്റ്ലി ഫോൾസും ഒന്ന് ഡെഫിനറ്റ്ലി ട്രൂ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ആദ്യം ഏതെങ്കിലും ഒരു കൺക്ലൂഷൻ എടുക്കുക, അതിനനുസരിച്ച് നിങ്ങൾ സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കറക്റ്റ് ആൻസറായ സ്റ്റേറ്റ്മെൻറ്റ്സ് ചൂസ് ചെയ്യുക. ചില സമയത്ത് നിങ്ങളുടെ അടുത്ത് ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ നിങ്ങളുടെ ഫസ്റ്റ് കൺക്ലൂഷനെ ബേസ് ചെയ്ത്, ഫസ്റ്റ് കൺക്ലൂഷനും ആ കണ്ടീഷനെയും ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഇപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾക്കൊരു കണ്ടീഷൻ ഡെഫിനറ്റ്ലി ട്രൂ എന്ന് തന്നിട്ടുണ്ട്, ഒരു കൺക്ലൂഷൻ ഡെഫിനറ്റ്ലി ഫോൾസ് എന്ന് തന്നിട്ടുണ്ട്. മൊത്തം നമുക്കറിയാം നമുക്ക് 5 ഓപ്ഷൻസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അവർ 5 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ഏതെങ്കിലും ഒരു കൺക്ലൂഷനെയും കണ്ടീഷനെയും കൺസിഡർ ചെയ്യുക. സോ ഞാൻ ആദ്യം ഡെഫിനറ്റ്ലി ട്രൂ എന്നുള്ളൊരു കൺക്ലൂഷനെയാണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ആ ഡെഫിനറ്റ്ലി ട്രൂവിൻ്റെ റൂൾസും കാര്യങ്ങളും അപ്ലൈ ചെയ്ത് ഞാൻ മാക്സിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഞാൻ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. എലിമിനേറ്റ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ എനിക്കൊരു 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ബാക്കിയുള്ളതെന്ന് വിചാരിക്കും. എൻ്റെ അടുത്ത് ഞാൻ ഈ ആദ്യത്തെ ഡെഫിനറ്റ്ലി ട്രൂ എന്നുള്ള ആ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്ത് അതിൻ്റെ റൂൾസും കാര്യങ്ങളും അപ്ലൈ ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ്സിന് ഞാൻ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് ബാലൻസ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. ഇനി ആ 2 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ കൺക്ലൂഷൻ്റെ കാര്യങ്ങൾ ഞാൻ അപ്ലൈ ചെയ്യുന്നു. രണ്ടാമത്തെ കൺക്ലൂഷനും അതിൻ്റെ കണ്ടീഷൻസിനനുസരിച്ചുള്ള റൂൾസും കാര്യങ്ങളും അപ്ലൈ ചെയ്ത് ഇത് രണ്ടിൽ ഏതാണെന്ന് ഞാൻ ചൂസ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൻ്റെ ഒരു കോംപ്ലക്സിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ രീതിയിലൊക്കെ റിവേഴ്സ് ഇൻഈക്വാലിറ്റീസിൻ്റെ ക്വസ്റ്റ്യൻസിൽ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, കോൺസെപ്റ്റ് ക്ലിയർ ആണ്. നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ബെസ്റ്റായ കോൺസെപ്റ്റ് ക്ലിയർ ആണ്, ബെസ്റ്റായ അപ്രോച്ചിനെ കുറിച്ച് നല്ലൊരു ധാരണയുണ്ട്. നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് എന്തോരം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് 5 മാർക്സ് ഇൻഈക്വാലിറ്റീസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അത് എൻ്റെ ഗ്യാരണ്ടിയാണ്. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു വേരിയബിൾസ് ഉണ്ട്, നമുക്കിവിടെ 2 കൺക്ലൂഷൻസ് ഉണ്ട്. 2 കൺക്ലൂഷൻസിൻ്റെ കണ്ടീഷൻ സെയിം ആണ്, ഡെഫിനറ്റ്ലി ട്രൂ. 2 കൺക്ലൂഷൻസിൻ്റെ കണ്ടീഷൻസ് സെയിം ആണെങ്കിലും നമ്മൾ എന്താണ് ചെയ്യുക, ആദ്യം ഒരു കൺക്ലൂഷൻ വെച്ച് നമ്മൾ സോൾവ് ചെയ്യും. ആദ്യം ഒരു കൺക്ലൂഷനെ വെച്ച് നമ്മൾ മാക്സിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ എലിമിനേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ കൺക്ലൂഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കും. ഇപ്പം ഞാൻ എ ഗ്രേറ്റർ ദാൻ ഡിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എ ഗ്രേറ്റർ ദാൻ ഡി എന്നുള്ളതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ നോക്കുവാണ്, ആദ്യം ഞാൻ എ ഡി ഇ ബി എന്നുള്ള ഈ 4 വേരിയബിൾസ് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിലും ഉണ്ട്. എ ബി ഡി ഇ, എ ഡി ഇ ബി, എ ഡി ഇ ബി, എ ബി ഇ ഡി 4 സ്റ്റേറ്റ്മെൻറ്റ്സിലും 4 വേരിയബിൾസും ഉണ്ട്. സോ നമുക്ക് ആ ഒരു രീതിയിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഞാൻ വരുവാണെങ്കിൽ നമ്മൾ നോക്കാൻ പോണത് നമുക്ക് ആവശ്യമുള്ള 2 വേരിയബിൾസ് അല്ലേ. ഇപ്പോൾ എനിക്കിവിടെ ആവശ്യം, ഞാൻ ആദ്യം എ ഗ്രേറ്റർ ദാൻ ഡി എന്നുള്ള കൺക്ലൂഷനാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള ആ എന്താ പറയുക വേരിയബിൾസിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ സിമ്പിൾസും സെയിം ഡയറക്ഷൻ ആണോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കണ്ടീഷൻ ഡെഫിനറ്റ്ലി ട്രൂ ആണ്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എനിക്ക് അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഇവിടെ നോക്കിക്കോളൂ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ ഇതിനെ ഞാൻ എലിമിനേറ്റ് ചെയ്തു. ഇവിടെ എയും ഡിയും ആണ്, സെയിം ഡയറക്ഷൻ ആണ്. ഇവിടെ എയും ഡിയും ആണ്, സെയിം ഡയറക്ഷൻ ആണ്. ഇവിടെ എയും ഡിയും ആണ്, സെയിം ഡയറക്ഷൻ ആണ്. സോ എൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് എലിമിനേറ്റ് ആയി. ഇനി ഇതിൽ ഞാൻ നോക്കാൻ പോവാണ്, ഇവിടെ എനിക്ക് കിട്ടേണ്ടത് ഡെഫിനിറ്റ് സിമ്പിളാണ്. അപ്പോൾ ഡെഫിനിറ്റ് സിമ്പിൾ ആകുമ്പോൾ എനിക്കറിയാം ഒന്നെങ്കിൽ എല്ലാം ഡെഫിനിറ്റ് സിമ്പിൾ ആവാം, അല്ലെങ്കിൽ ഡെഫിനിറ്റ് സിമ്പിളിൻ്റെയും ഇൻഡെഫിനിറ്റ് സിമ്പിൾസിൻ്റെയും കോമ്പിനേഷൻസ് ആവാം,
അല്ലെങ്കിൽ ഡെഫിനിറ്റ് സിമ്പിൾസിൻ്റെയും ഈക്വൽ സൈനിൻ്റെയും കോമ്പിനേഷൻസ് ആവാം, അല്ലെങ്കിൽ ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റിൻ്റെയും ഈക്വലിൻ്റെയും കോമ്പിനേഷൻ ആവാം. മിനിമം ഒരു ഡെഫിനിറ്റ് ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ അല്ലേ? യെസ്. അപ്പം മിനിമം ഒരു ഡെഫിനിറ്റ് എന്ന് പറയുമ്പം ഇവിടെ ഒരു മിനിമം ഒരു ഡെഫിനിറ്റ് ഉണ്ട്, സോ അത് എന്തായാലും ഉണ്ടാവും. ഇവിടെ ഒരു ഡെഫിനിറ്റ് ഉണ്ട്, ഇവിടെയും ഒരു ഡെഫിനിറ്റ് ഉണ്ട്, സോ ആ രീതിയിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മുടെ ലാസ്റ്റ് റൂളാണ് മൗത്ത് ആരിലേക്കാണ് ഓപ്പൺ ആയേക്കണത്. മൗത്ത് ഓപ്പൺ ആയേക്കണത് എയിലേക്കാണ്. ഇവിടെ മൗത്ത് ഓപ്പൺ ആയത് എയിലേക്കാണ്, സോ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ മൗത്ത് ഓപ്പൺ ആയേക്കണത് ഡിയിലേക്കാണ്. ഇവിടെ മൗത്ത് ഓപ്പൺ ആയേക്കുന്ന ഡയറക്ഷൻ ഡി ആണ്, സോ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ മൗത്ത് ഓപ്പൺ ആയേക്കുന്നത് എയിലേക്കാണ്, സോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് കൺക്ലൂഷൻ വെച്ച് നമ്മൾ 2 സ്റ്റേറ്റ്മെന്റ്സ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ ഈ 2 സ്റ്റേറ്റ്മെന്റിൽ ഏതെങ്കിലും ഒരെണ്ണം ശരിയായിരിക്കാം. ഇത് രണ്ടും റോങ് ആണെങ്കിൽ നമുക്ക് നൺ ഓഫ് ദീസ് ചൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇനി നമ്മൾ രണ്ടാമത്തെ കൺക്ലൂഷൻ കൺസിഡർ ചെയ്യാൻ പോവാണ്, ഇയും ബിയും. അപ്പോൾ ഇയുടെയും ബിയുടെയും കാര്യങ്ങൾ, അതായത് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബിയുടെ കാര്യങ്ങൾ നമ്മൾ ഏത് 2 സ്റ്റേറ്റ്മെന്റിൽ അപ്ലൈ ചെയ്താൽ മതി? ബാലൻസ് നമ്മൾ ഫസ്റ്റ് കൺക്ലൂഷൻ സാറ്റിസ്ഫൈ ചെയ്യണ പോലത്തെ ആ 2 സ്റ്റേറ്റ്മെന്റ്സിൽ മാത്രം നമ്മൾ രണ്ടാമത്തെ കൺക്ലൂഷൻ്റെ കാര്യങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ ആവശ്യം ഇയും ബിയും ആണ് അല്ലേ? ഇവിടെ നമുക്ക് ആവശ്യം ഇയും ബിയും ആണ്. ഇവിടെ നമുക്ക് അതേപോലെ ഇ ആൻഡ് ബി. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നമുക്ക് കിട്ടേണ്ടത് ഇൻഡെഫിനിറ്റ് സിമ്പൽ ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഡെഫിനിറ്റ് സിമ്പൽ ആണ്. സോ നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാം? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ആവശ്യം ഇൻഡെഫിനിറ്റ് ആണ്. രണ്ടും ഇൻഡെഫിനിറ്റ് ആയതുകൊണ്ട് നമുക്ക് അത് എലിമിനേറ്റ് ആ ഒരു എന്താ പറയുക റൂൾ വെച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നെക്സ്റ്റ് റൂള് നോക്കാം. നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് കിട്ടേണ്ടത് ഇൻഡെഫിനിറ്റ് ആണ്. മൗത്ത് ഓപ്പൺ ആയേക്കുന്നത് ബി എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ മൗത്ത് ഓപ്പൺ ആയേക്കുന്നത് ആരിലേക്കാണ്? ബി എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ്. സോ ഫോർത്ത് ഓപ്ഷൻ ആണ് എൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കൺക്ലൂഷൻസ് അവർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? ആദ്യം ഒരു കൺക്ലൂഷനും അതിൻ്റെ കണ്ടീഷനും കൺസിഡർ ചെയ്യുക, എന്നിട്ട് മാക്സിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എലിമിനേറ്റ് ചെയ്ത് കളയണം. പിന്നെ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ രണ്ടാമത്തെ കൺക്ലൂഷനും അതിൻ്റെ കണ്ടീഷൻസിനെ വെച്ചിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ആൻസർ ഏതാണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? യെസ്. നമുക്കിനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. യു ഗ്രേറ്റർ ദാൻ സെഡ്, വി ലെസ് ദാൻ വൈ. ഓക്കെ, ഇത് രണ്ടും ഡെഫിനറ്റ്ലി ട്രൂ ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ വൈ ഗ്രേറ്റർ ദാൻ വി ലെസ് ദാൻ സെഡ്. യു ഗ്രേറ്റർ ദാൻ വൈ ഗ്രേറ്റർ ദാൻ സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ വി. യു ഗ്രേറ്റർ ദാൻ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെഡ് ഗ്രേറ്റർ ദാൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ. y less than z less than v less than u greater than or equal to x, both c and d. both c and d. നോക്കിക്കോളൂ. അപ്പോൾ നമ്മളിപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ചെയ്തു. നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് സെൽഫായി ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. യെസ്. യെസ്, നോക്കിക്കോളൂ. അപ്പോൾ നമുക്കിവിടെ 2 കൺക്ലൂഷൻസ് ഉണ്ട്. 4 വേരിയബിൾസ് ആണ്. യു സെഡ് വി വൈ ആണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ നോക്കാൻ പോവാണ്. യു വൈ വി സെഡ്, യു വൈ വി സെഡ്, യു വൈ സെഡ് വി, വൈ സെഡ് വി യു അല്ലെ. 4 സ്റ്റേറ്റ്മെൻറ്റ്സിലും നമുക്ക് 4 വേരിയബിൾസ് ഉണ്ട്. സോ നമുക്ക് ആ ഒരു റൂൾ വെച്ച് നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റും എലിമിനേറ്റ് ആയില്ല. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഫസ്റ്റ് കൺക്ലൂഷൻ ഞാൻ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. യു ഗ്രേറ്റർ ദാൻ സെഡ് ആണ്. എൻ്റെ കണ്ടീഷൻ എന്താണ്? ഡെഫിനറ്റ്ലി ട്രൂ ആണ്. അപ്പം ഞാൻ യു ആൻഡ് സെഡ് ഞാൻ ഓരോ സ്റ്റേറ്റ്മെൻറ്റിലും യു ആൻഡ് സെഡ് മാത്രം ഞാൻ കൺസിഡർ ചെയ്യുവാണ്. സെഡ് യു. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഇടയ്ക്കില്ലേ നമുക്കിനി എലിമിനേഷൻ റൂൾസ് നമുക്ക് അപ്ലൈ ചെയ്യാം 1 by 1 ആയിട്ട്. ആദ്യം നോക്കിക്കോളൂ, ഈ 2 വേരിയബിൾസിൻ്റെ ഇടയ്ക്കുള്ള സിമ്പിൾസ് എല്ലാം സെയിം ഡയറക്ഷൻ ആണോ? ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, അത് എലിമിനേറ്റ് ആയി. ഇവിടെ സെയിം ഡയറക്ഷൻ ആണ്, ഇവിടെയും സെയിം ഡയറക്ഷൻ ആണ്.
ഇവിടെയും സെയിം ഡയറക്ഷൻ ആണ്. ഇനി നമുക്ക് ഇവിടെ കിട്ടേണ്ട സിമ്പിൾ ഡെഫിനിറ്റ് ആയ സിമ്പിളാണ്. സോ നമുക്കറിയാം ഡെഫിനിറ്റ് ആകുമ്പം മിനിമം ഒരു ഡെഫിനിറ്റ് എങ്കിലും ഉണ്ടായിരിക്കണം. ബാക്കി സിമ്പിൾസ് ഏതായാലും കുഴപ്പമില്ല, മിനിമം 1 ഡെഫിനിറ്റ് ഉണ്ടായിരിക്കണം. നമ്മുടെ ഇവിടെ രണ്ടും ഡെഫിനിറ്റ് ആണ്, ഇവിടെ മിനിമം ഒരു ഡെഫിനിറ്റ് ഉണ്ട്, ഇവിടെയും രണ്ടും ഡെഫിനിറ്റ് ആണ്. സോ അങ്ങനെയും നമുക്കൊന്നും എലിമിനേറ്റ് ആയില്ല. ഇനി ലാസ്റ്റത്തെ റൂളാണ് മൗത്ത് ആരിലേക്കാണ് ഓപ്പൺ ആയേക്കണത് അല്ലേ. മൗത്ത് ആരിലേക്കാണ് ഓപ്പൺ ആയേക്കണേ, ആ സെയിം ഡയറക്ഷനിലേക്കാണ് നമ്മുടെ മൗത്ത് ഓപ്പൺ ആയതെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൂ എന്നുള്ളൊരു കാറ്റഗറിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇവിടെ മൗത്ത് ഓപ്പൺ ആയത് യുയിലേക്കാണ്, സോ നമുക്ക് അതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെയും മൗത്ത് ഓപ്പൺ ആയേക്കണത് യുയിലേക്കാണ്, ഇവിടെയും മൗത്ത് ഓപ്പൺ ആയേക്കണത് യുയിലേക്കാണ്, സോ അതിനെയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ നമ്മുടെ കൺക്ലൂഷൻ്റെ ഡയറക്ഷൻ U to Z ആണ്. ആദ്യത്തെ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്, അതായത് രണ്ടാമത്തതും മൂന്നാമത്തതും സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ്, രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെൻറ്റിൽ സെയിം ഡയറക്ഷൻ ആണ്. കൺക്ലൂഷനിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ഡയറക്ഷൻ സെയിം ആണ്, U to Z ആണ്. പക്ഷേ ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, ഇവിടെ Z to U ആണ് അല്ലേ. അപ്പോൾ ഈ ബെസ്റ്റ് അപ്രോച്ച് മെത്തേഡ് അറിയാത്ത ആൾക്കാർ, അറിയാൻ പാടില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ കൺക്ലൂഷൻ റിവേഴ്സ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഹോൾ സ്റ്റേറ്റ്മെൻറ്റിനെ റിവേഴ്സ് ചെയ്തിട്ട് അവർ സോൾവ് ചെയ്യും. നമുക്ക് ബെസ്റ്റ് ഈ മിഷൻ ബാങ്കർ യൂട്യൂബ് ചാനൽ റെഗുലറായി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്നറിയാം. എന്താണ് ബെസ്റ്റ് മെത്തേഡ്? മൗത്ത് ഏത് വേരിയബിളിലേക്കാണ് ഓപ്പൺ ആയേക്കണത്? മൗത്ത് ഓപ്പൺ ആയേക്കണത് യുയിലേക്കാണ്, ഇവിടെയും മൗത്ത് ഓപ്പൺ ആയേക്കണത് യുയിലേക്കാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഡയറക്ഷൻ ഓഫ് ദി വേരിയബിൾസ് അല്ലേ. വേരിയബിൾസിൻ്റെ ഡയറക്ഷൻ Z to U ആയാലും കുഴപ്പമില്ല, U to Z ആയാലും കുഴപ്പമില്ല, മൗത്ത് ആരിലേക്കാണ് ഓപ്പൺ ആയേക്കണേ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. മൗത്ത് ഓപ്പൺ ആയേക്കണത് യുയിലേക്കാണ്. സോ നമുക്ക് ഫസ്റ്റ് കൺക്ലൂഷൻ വെച്ച് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സിന് നോക്കിക്കഴിഞ്ഞപ്പം നമുക്ക് ആകെ എലിമിനേറ്റ് ആയി പോയത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ഇനി ഞാൻ രണ്ടാമത്തെ കൺക്ലൂഷൻ ഞാൻ നോക്കാൻ പോവാണ്. രണ്ടാമത്തെ കൺക്ലൂഷൻ Vയും Z ആണ്. യെസ്, രണ്ടാമത്തെ കൺക്ലൂഷൻ Vയും Z അല്ല, Vയും Yയും ആണ്. സോ ഇവിടെ VY അല്ലേ. നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോവാണ് അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള സിമ്പിൾസ് സെയിം ഡയറക്ഷൻ ആണ്, രണ്ടും 2 ഡയറക്ഷനാണ്. സോ രണ്ടാമത്തത് നമുക്ക് എലിമിനേറ്റ് ആയി. ഇവിടെ എല്ലാം സെയിം ഡയറക്ഷനാണ്, ഇവിടെ എല്ലാം സെയിം ഡയറക്ഷനാണ്, അതേപോലെ ഇവിടെയും എല്ലാം സെയിം ഡയറക്ഷനാണ്. സോ നമുക്കിപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് ഒഴിവായി കിട്ടി, ഫസ്റ്റും സെക്കൻഡും ഒഴിവായി. ഈ നമ്മുടെ കയ്യിൽ ഇനിയിപ്പോൾ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ 3 മാത്രമായിരിക്കും ശരി, അല്ലെങ്കിൽ 4, അതായത് ഓപ്ഷൻ C മാത്രമായിരിക്കും ശരി, അല്ലെങ്കിൽ ഓപ്ഷൻ D മാത്രമായിരിക്കും ശരി, അല്ലെങ്കിൽ ഇത് രണ്ടും ശരിയാണെങ്കിൽ ഞാൻ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? ബോത്ത് C and D ആണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇവിടെ കിട്ടേണ്ടത് ഡെഫിനിറ്റ് സിമ്പിളാണ്. അപ്പോൾ ഡെഫിനിറ്റ് സിമ്പിളാണ് കിട്ടേണ്ടതെങ്കിൽ മിനിമം ഒരു ഡെഫിനിറ്റ് സിമ്പിൾ എങ്കിലും ഉണ്ടാവണം. ഇവിടെ ഒരു ഡെഫിനിറ്റ് സിമ്പിൾ ഉണ്ട്. അതേപോലെ ഇവിടുത്തെ കാര്യം പറയുമ്പോൾ ഇവിടെ രണ്ടും ഡെഫിനിറ്റ് സിമ്പിളാണ്. സോ ആ ഒരു റൂൾ അപ്ലൈ ചെയ്തും നമുക്ക് എലിമിനേഷൻ ഒന്നും നടന്നില്ല. ഇനി ഞാൻ ലാസ്റ്റിലേക്ക് വരുവാണ്. മൗത്ത് ഓപ്പൺ ആയേക്കണത് ആരിലേക്കാണ്? മൗത്ത് ഓപ്പൺ ആയേക്കണത് വൈയിലേക്കാണ് അല്ലേ. മൗത്ത് ഓപ്പൺ ആയേക്കണത് ആരിലേക്കാണ്? ഓപ്പൺ ആയേക്കണത് വൈയിലേക്കാണ്. നോക്കിക്കോളും. നമ്മൾ ഇവിടുത്തെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മൗത്ത് ഓപ്പൺ ആയത് ആരിലേക്കാണ്? വൈയിലേക്കാണ്. പക്ഷേ ഇവിടെ മൗത്ത് ഓപ്പൺ ആയേക്കണത് വിയിലേക്കാണ്. സോ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഒഴിവാക്കാം. ഓപ്ഷൻ നമ്പർ 3, ഓപ്ഷൻ C ഈസ് മൈ ആൻസർ. മനസ്സിലായല്ലോ? യെസ്, സിമ്പിളായിട്ട് നമുക്ക് എന്താ പറയുക, റിവേഴ്സ് ഇൻഈക്വാലിറ്റീസിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഇതിലും സിമ്പിളായ ഒരു മെത്തേഡ് നമുക്ക് പറയാനില്ല റിവേഴ്സ് ഇൻഈക്വാലിറ്റീസിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ. യെസ്, അപ്പോൾ ഈ റൂൾസും കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞു. കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മുടെ എലിമിനേഷൻ്റെ റൂൾസ് വരുന്നത്. ഓരോരോ കണ്ടീഷനും നമ്മൾ ഏതൊക്കെ റൂൾസാണ് ഫോളോ ചെയ്യേണ്ടത് എലിമിനേഷൻ മെത്തേഡിൽ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ചാനലിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ ഡെഫിനറ്റ്ലി ട്രൂയുടെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയി കഴിയുമ്പം നമുക്ക് ഡെഫിനറ്റ്ലി ട്രൂ വന്നാൽ എന്ത് ചെയ്യും, ഡെഫിനറ്റ്ലി ഫാൾസ് വന്നാൽ എന്ത് ചെയ്യും, ഇൻഡെഫിനറ്റ്ലി ട്രൂ അല്ലെങ്കിൽ നോട്ട് ഡെഫിനറ്റ്ലി ഫാൾസ് അല്ലെങ്കിൽ സിംപ്ലി ട്രൂ എന്നോ ഫാൾസ് എന്നൊക്കെ തന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. യെസ്, J ലെസ് ദാൻ ഓർ ഈക്വൽ ടു A നമുക്ക് കിട്ടേണ്ടത് ഡെഫിനറ്റ്ലി ട്രൂ ആണ്. K ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു A ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q ഈസ് ഈക്വൽ ടു P ലെസ് ദാൻ ഓർ ഈക്വൽ ടു J. U greater than or equal to J greater than or equal to M is equal to F less than or equal to G greater than or equal to A. A greater than or equal to C greater than or equal to Q greater than or equal to X is equal to N greater than or equal to J. G greater than or equal to A is equal to M less than X less than or equal to S less than G. J greater than or is equal to E, G
ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇസ് ഈക്വൽ ടു വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. അപ്പോൾ നമുക്കിവിടെ 5 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. നമുക്ക് നോക്കാം. നമുക്കൊരൊറ്റ കൺക്ലൂഷനേ അവർ തന്നിട്ടുള്ളൂ. ജെയും എയും എല്ലാ സ്റ്റേറ്റ്മെൻറ്റിലും ഉണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ജെയും എയും ഉണ്ട്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലും ഉണ്ട്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലും ഉണ്ട്, നമുക്ക് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലും ഉണ്ട്, അഞ്ചാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലും ഉണ്ട്. സോ ആ ഒരു റൂൾ അപ്ലൈ ചെയ്ത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നോക്കാം. നമ്മുടെ കണ്ടീഷൻ ഡെഫിനറ്റ്ലി ട്രൂ ആണ്. കണ്ടീഷൻ ഡെഫിനറ്റ്ലി ട്രൂ ആകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള 2 വേരിയബിൾസിൻ്റെ ഇടയ്ക്കുള്ള സിമ്പിൾസ് എല്ലാം സെയിം ഡയറക്ഷൻ ആയിരിക്കണം. ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്കതിനെ ഒഴിവാക്കാം. നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ എല്ലാം സെയിം ഡയറക്ഷൻ ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ 2 ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ട്, തേർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ എല്ലാം സെയിം ഡയറക്ഷൻ ആണ്, ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റിൽ എല്ലാം സെയിം ഡയറക്ഷൻ ആണ്, ഫിഫ്ത്ത് സ്റ്റേറ്റ്മെൻറ്റിലും എല്ലാം സെയിം ഡയറക്ഷൻ ആണ്. അപ്പോൾ രണ്ടാമത്തത് മാത്രമാണ് നമുക്ക് സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്ത് എലിമിനേറ്റ് ആയത്. ഇനി നമുക്ക് നോക്കാം. നമുക്ക് കിട്ടേണ്ടത് ഇൻഡെഫിനിറ്റ് സിമ്പിളാണ്. അപ്പോൾ ഇൻഡെഫിനിറ്റ് സിമ്പിൾ ആവുമ്പം മിനിമം ഒരു ഇൻഡെഫിനിറ്റ് സിമ്പിൾ ഉണ്ടായിരിക്കണം, ഒരു ഡെഫിനിറ്റ് പോലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നമുക്കൊരു ഡെഫിനിറ്റ് ഉണ്ട്. സോ നമുക്ക് ഇതിനെ ഒഴിവാക്കാം. ഇവിടെ നമുക്ക് എല്ലാം ഇൻഡെഫിനിറ്റ് ആണ്, ഇവിടെ നമുക്കൊരു ഡെഫിനിറ്റ് ഉണ്ട്. സോ അതിനെയും നമുക്ക് ഒഴിവാക്കാം. ഇവിടെ എല്ലാം ഇൻഡെഫിനിറ്റ് ആണ്. എഗെയിൻ നമുക്ക് എത്ര എണ്ണം ഒഴിവായി കിട്ടി? 2 എണ്ണം നമുക്ക് എലിമിനേറ്റ് ആയി കിട്ടി. ഇനി നമ്മുടെ മുമ്പിൽ 2 എണ്ണമാണ് ഉള്ളത് അല്ലേ. ഒന്നിതാണ്, ഒന്ന് നമ്മുടെ ഓപ്ഷൻ നമ്പർ സി ആണ്, ഒന്ന് ഓപ്ഷൻ നമ്പർ ഇ ആണ്. നോക്കിക്കോളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് മൗത്ത് ആരിലേക്കാണ് ഓപ്പൺ ആയേക്കണേ. മൗത്ത് ഇവിടെ എയിലേക്കാണ് ഓപ്പൺ ആയേക്കണേ. ഇവിടെ മൗത്ത് ഓപ്പൺ ആയത് എയിലേക്കാണ്. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ മൗത്ത് ഓപ്പൺ ആയത് ജെയിലേക്കാണ്. സോ 5ാമത്തെ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 ഈസ് അവർ ആൻസർ. മനസ്സിലായല്ലോ? യെസ്. നിങ്ങൾ നമ്മുടെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ടൈം നിങ്ങളൊന്ന് എന്താ പറയുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്കറിയാം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് നമുക്ക് മതി. 1 മിനിറ്റ് പോലും നമുക്ക് ചിലപ്പോൾ ആവശ്യമുണ്ടല്ലോ. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യണതുകൊണ്ടാണ് ഇത്രയും സമയമെങ്കിലും എടുക്കണേ. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മിനിറ്റ് പോലും വേണ്ട, നിങ്ങൾക്ക് റിവേഴ്സ് ഇൻഈക്വാലിറ്റീസിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഇതുവരെ നിങ്ങൾ സോൾവ് ചെയ്ത സമയത്ത് ചിലപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും ഇതുവരെ നിങ്ങൾ റിവേഴ്സ് ഇൻഈക്വാലിറ്റീസിൻ്റെ അല്ലെങ്കിൽ ഇൻഈക്വാലിറ്റീസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി തൊട്ട് നിങ്ങൾക്ക് അത്രയും സമയമൊന്നും വേണ്ടി വരില്ല. സെക്കൻഡ്സിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. യെസ്. ഇനി ജി ലെസ് ദാൻ യെസ്. നമുക്ക് കിട്ടേണ്ടത് ജി ലെസ് ദാൻ യെസ് ആണ്. നമ്മുടെ കണ്ടീഷൻ ഡെഫിനറ്റ്ലി ട്രൂ ആണ്. എ ഇസ് ഈക്വൽ ടു എസ് ലെസ് ദാൻ എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഇസ് ഈക്വൽ ടു കെ ഗ്രേറ്റർ ദാൻ ജി ഗ്രേറ്റർ ദാൻ ഡി. ഡി ഗ്രേറ്റർ ദാൻ എ ഇസ് ഈക്വൽ ടു ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഇസ് ഈക്വൽ ടു എഫ് ലെസ് ദാൻ എച്ച് എസ് ലെസ് ദാൻ എച്ച്. എ ലെസ് ദാൻ ഒ ഗ്രേറ്റർ ദാൻ ജി ലെസ് ദാൻ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ലെസ് ദാൻ എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. G is equal to U less than or equal to B is equal to S less than or equal to H is equal to O less than A. None of these. Yes, none of these. നോക്കിക്കോളൂ. നമുക്കിവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. ജി ആൻഡ് എസ് എല്ലാ സ്റ്റേറ്റ്മെൻറ്റിലും ഉണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലും ഉണ്ട്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലും ഉണ്ട്, നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലും ഉണ്ട്. നമുക്കിവിടെ കിട്ടേണ്ടത്, നമുക്ക് ആവശ്യമുള്ളത് ഡെഫിനറ്റ്ലി ട്രൂ ആണ്. സോ സിമ്പിൾസ് എല്ലാം സെയിം ഡയറക്ഷൻ ആണോ എന്ന് നോക്കാം. രണ്ടും 2 ഡയറക്ഷൻ ആണ്. സോ അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ രണ്ടും 2 ഡയറക്ഷൻ ആണ്, അതിനെയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ എല്ലാം സെയിം ഡയറക്ഷൻ ആണ്, ഇവിടെയും എല്ലാം സെയിം ഡയറക്ഷൻ ആണ്. ഇനി നമുക്ക് ആവശ്യം ഡെഫിനിറ്റ് സിമ്പിൾ ആണ്. നമുക്ക് കിട്ടേണ്ടത് ഡെഫിനിറ്റ് സിമ്പിൾ ആണെങ്കിൽ മിനിമം ഒരു ഡെഫിനിറ്റ് എങ്കിലും ഉണ്ടായിരിക്കണം. ഇവിടെ ഒരു ഡെഫിനിറ്റ് ഉണ്ട്. സോ ഇത് നമുക്ക് അണ്ടർ കൺസിഡറേഷനിൽ വെക്കാം. ഇവിടെ ഒരു ഡെഫിനിറ്റ് ഇല്ല. സോ നമുക്ക് അതിനെ എലിമിനേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് മൗത്ത് ഓപ്പൺ ആയേക്കണത് ഏത് വേരിയബിളിലേക്കാണ്. മൗത്ത് ഓപ്പൺ ആയേക്കണത് എസ്സിലേക്കാണ്. ഇവിടെയും മൗത്ത് ഓപ്പൺ ആയേക്കണത് എസ്സിലേക്കാണ്. സോ ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. മനസ്സിലായല്ലോ? യെസ്.